ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. ഈ വാഗണാറിൻ്റെ ഡ്രൈവർ സൈഡിലെ മിററിൻ്റെ ഔട്ടർ കവറിങ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ നമുക്കിത് മാക്സിമം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അതിനായിട്ട് ഇതുപോലെ ഫോമിൻ്റെ പീസുകൾ ഒട്ടിച്ചെടുത്ത് ഏകദേശം ഒരു ഔട്ടർ കവറിങ്ങിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ മിററിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി PVC പൈപ്പ് ഇതുപോലെ ചൂടാക്കി ഷീറ്റാക്കി എടുത്തിട്ട് നമുക്ക് മോൾഡ് ചെയ്ത് നോക്കാം. 5-6 വർഷമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബറായിട്ടുള്ള ആൽഫിൻ്റെ വണ്ടിയാണിത്. പൈങ്ങോട്ടൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹവും ഫാമിലിയും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് എന്തായാലും ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മോഡൽ വണ്ടി ഇപ്പം മാരുതി ഇറക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഈ സൈസ് മിററും, അത് പ്രത്യേകിച്ച് ഡ്രൈവർ സൈഡിലുള്ള മിറർ ഒരിടത്തുനിന്നും സ്ക്രാപ്പിൽ നിന്നും സെക്കൻഡായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയതോ ഒന്നും വാങ്ങിക്കാൻ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആൽഫിൻ പറ്റുന്ന സോഴ്സിൽ കൂടെയൊക്കെ അന്വേഷിച്ച് ബാംഗ്ലൂരൊക്കെ അന്വേഷിച്ചിട്ടും കിട്ടാതെ വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. ആൽഫിൻ പരിചയമുള്ള വർക്ക്ഷോപ്പിലും പാച്ച് വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പോസിബിൾ അല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ആദ്യം തന്നെ ഏകദേശം ഒരു ഷേപ്പ് നമ്മൾ മോൾഡ് ചെയ്തെടുത്തു. എന്നിട്ട് ആ കോർണറൊക്കെ കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ MCയിൽ മിക്സ് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്യുന്നത്. MCയിൽ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ചേട്ടാ, ഇത് പെർഫെക്റ്റ് ഒന്നും ആവണ്ട, ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയാൽ മതി, എനിക്ക് ആ ഒരു കവറിങ് മാത്രം എങ്ങനെയെങ്കിലും ചെയ്ത് തന്നാൽ മതി എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമായിരുന്നു ആൽഫിൻ പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അത് നമ്മുടെ സ്വന്തം വർക്ക് എന്നുള്ള രീതിക്കാണ് മൈൻഡിലേക്ക് വരിക. അതുകൊണ്ടാണ് കൂടുതൽ എഫേർട്ടും ടൈമും ഒക്കെ ചിലവഴിച്ച് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. ഈ കവറിങ്ങിൻ്റെ ലോക്ക് വരുന്ന ഭാഗത്ത് തുണി വേസ്റ്റിൻ്റെ ചെറിയ നൂലുകൾ എടുത്തിട്ട് അത് ഒട്ടിച്ചിട്ടാണ് നമ്മളിത് ഫിക്സ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് ക്ലോത്ത് പേപ്പറൊക്കെ ഇട്ടൊന്ന് മിനുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ പുട്ടിയിട്ട ചെറിയ ഡിപ്രഷൻസൊക്കെ ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലേക്ക് ആയപ്പോൾ തന്നെ ആൽഫിൻ്റെ മുഖത്തെ ആ ഒരു തിളക്കമൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ എക്സ്ട്രാ പുട്ടിയൊക്കെ നമ്മൾ ഇതുപോലെ ചിരണ്ടി കളഞ്ഞിട്ട് 380-ൻ്റെയും 400-ൻ്റെയും പേപ്പർ ഇട്ട് നല്ല രീതിയിൽ മിനുക്കി എടുക്കുകയാണ്. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ വർക്കാണ്. 7:30 ആയിട്ടും തീർന്നിട്ടില്ല. ഈ ഒരു വർക്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആൽഫിനും കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 400-ൻ്റെ പേപ്പർ ഇട്ട് മിനുക്കാൻ വേണ്ടി ആൽഫിനെ ഏൽപ്പിച്ചു. നമ്മൾ റെഡിയാക്കിയിട്ടിരുന്ന ടോയ് വണ്ടികളൊക്കെ ഓടിച്ച് ആൽഫിൻ്റെ മോൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മിററൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് നമ്മൾ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വെറും 3 മിനിറ്റ് കൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു തീർത്തെങ്കിലും ഏകദേശം 6-7 മണിക്കൂർ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ രീതിയിലേക്ക് ഇത് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പക്ക വർക്കിംഗ് ആയിരുന്നു. അകത്തുനിന്ന് സ്വിച്ചിൽ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൽഫിനും ആൽഫിൻ്റെ പെങ്ങളും വൈഫും ഒക്കെ ഇത് കണ്ടിട്ട് വണ്ടർ അടിച്ചു പോയി. എനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.